പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ഒരൊറ്റ പോസ്റ്റ് അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നയതന്ത്ര കൊടുങ്കാറ്റിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയെയും അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന പ്രസിഡൻഷ്യൽ ലൈബ്രറിയെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാൻ ട്രംപ് ഉപയോഗിച്ച ഒരു വാക്കാണ് ഈ പുതിയ വിവാദത്തിന് അടിസ്ഥാനം. ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും വിശുദ്ധ നഗരമായ മക്ക എന്ന വാക്ക് തികച്ചും മോശമായ ഒരു പശ്ചാത്തലത്തിൽ പ്രയോഗിച്ചതാണ് മുസ്ലിം ലോകത്തെ ഒന്നടങ്കം പ്രകോപിപ്പിച്ചിരിക്കുന്നത്. തന്റെ രാഷ്ട്രീയ എതിരാളിയായ ഒബാമയെ തരം താഴ്ത്തിക്കാട്ടാൻ വേണ്ടി തികച്ചും വിചിത്രവും അപകീർത്തികരവുമായ ഒരു മാർഗമാണ് ഇത്തവണ ട്രംപ് സ്വീകരിച്ചത്. നിർമ്മാണം പുരോഗമിക്കുന്ന ഒബാമ പ്രസിഡൻഷ്യൽ സെന്ററിന്റെ ഭാവി രൂപമെന്നോണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചിത്രം ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയുണ്ടായി. കെട്ടിടത്തിന് ചുറ്റും വൻതോതിൽ തമ്പടിച്ചു കഴിയുന്ന ഭവനരഹിതരായ ആളുകളെയും അട്ടിവച്ചിരിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളെയും കാണിക്കുന്നതായിരുന്നു ആ വ്യാജ ചിത്രം. ഈ AI ചിത്രത്തിനൊപ്പം ട്രംപ് കുറിച്ച വാചകമാണ് യഥാർത്ഥത്തിൽ വലിയൊരു അന്താരാഷ്ട്ര വിവാദമായി മാറിയത്. വരാനിരിക്കുന്ന ഒബാമയുടെ ഈ കേന്ദ്രം അമേരിക്കയെ വെറുക്കുന്നവരുടെ ഒരു മക്കയായി മാറുമെന്നായിരുന്നു ട്രംപിന്റെ പരിഹാസം. മോശമായ പ്രവണതകളുടെയും ആൾക്കൂട്ടങ്ങളുടെയും കേന്ദ്രം എന്ന അർത്ഥത്തിൽ പാശ്ചാത്യ ലോകത്ത് ചിലർ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ടെങ്കിലും കോടിക്കണക്കിന് മുസ്ലിങ്ങൾ നെഞ്ചേറ്റുന്ന വിശുദ്ധ നഗരത്തിന്റെ പേര് മാലിന്യ കൂമ്പാരങ്ങളോടും രാജ്യവിരുദ്ധരോടും ഉപമിച്ച് സംസാരിച്ചത് അങ്ങേയറ്റം ആദരവില്ലാത്ത നടപടിയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ട്രംപിന്റെ ഈ പോസ്റ്റ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ ആളിപ്പടർന്നത്. ഇസ്ലാമിക ചരിത്രത്തിലും വിശ്വാസത്തിലും ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ദിവസേന 5 വട്ടം തിരിഞ്ഞു പ്രാർത്ഥിക്കുന്ന വിശുദ്ധ നഗരത്തെ ഇത്തരമൊരു രാഷ്ട്രീയ ചെളിവാരിയെറിയിലേക്ക് വലിച്ചിഴച്ചതിനെതിരെ കടുത്ത ഭാഷയിലാണ് ജനങ്ങൾ പ്രതികരിച്ചത്. ഒരു ലോകശക്തിയുടെ ഭരണാധികാരിയിൽ നിന്നും ഇത്തരം നിരുത്തരവാദപരമായ പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് പലരും വാദിച്ചു. ഈ വിഷയത്തിൽ അമേരിക്കയ്ക്കെതിരെ ഏറ്റവും ശക്തമായ നയതന്ത്ര പ്രതികരണവുമായി ആദ്യം രംഗത്തെത്തിയത് ഇറാന്റെ ഔദ്യോഗിക പ്രതിനിധികളാണ്. ടുണീഷ്യയിലെ ഇറാന്റെ നയതന്ത്ര കാര്യാലയം തങ്ങളുടെ ഔദ്യോഗിക പേജ് വഴി ട്രംപിന് പരസ്യമായി കടുത്ത താക്കീത് നൽകുകയുണ്ടായി. ഞങ്ങളുടെ വിശുദ്ധമായ മക്കയെ അപമാനിക്കരുത് എന്ന ഒറ്റവരി പ്രസ്താവനയിലൂടെ അവർ ട്രംപിന്റെ വംശീയവും മതപരവുമായ അധിക്ഷേപങ്ങൾക്കെതിരെ തങ്ങളുടെ കടുത്ത അമർഷം ലോകത്തെ അറിയിച്ചു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ ഇതിനകം തന്നെ മിഡിൽ ഈസ്റ്റിലെ സൈനിക നീക്കങ്ങളെ ചൊല്ലി കടുത്ത നയതന്ത്ര യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ സോഷ്യൽ മീഡിയ വിവാദം കൂടി ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഹോർമസ് കടലിടുക്കിലെ സമാധാന ചർച്ചകളും ഇസ്രയേലിന്റെ ബെയ്റൂട്ട് ആക്രമണവും കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ വിയർപ്പിലാണ്. ഇതിനിടയിലേക്ക് ട്രംപ് വലിപ്പിച്ചു വെച്ച ഈ പുതിയ മതപരമായ വിവാദം കനൽ ജ്വലിക്കുന്ന മിഡിൽ ഈസ്റ്റിലേക്ക് വീണ്ടും എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി മാറി. ഇറാൻ ഈ വിഷയത്തെ കേവലം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റായി അല്ല കാണുന്നത്, മറിച്ച് മുസ്ലിം ലോകത്തോടുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പരോക്ഷമായ അധിക്ഷേപത്തിന്റെ തെളിവായാണ് അവർ ഇതിനെ ചിത്രീകരിക്കുന്നത്. മുസ്ലിം വികാരം വ്രണപ്പെടുത്തുന്ന ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിലൂടെ ട്രംപ് സ്വന്തം രാജ്യത്തിന്റെ നയതന്ത്ര വിശ്വസ്തത തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അറബ് രാജ്യങ്ങളിലെയും മിഡിൽ ഈസ്റ്റിലെയും ജനങ്ങൾക്കിടയിൽ അമേരിക്കൻ വിരുദ്ധ വികാരം കൂടുതൽ ശക്തമാക്കാൻ ഇറാന്റെ ഈ പരസ്യ പ്രതികരണം കാരണമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ട്രംപിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിൽ കടുത്ത വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ട്രംപ് അനുകൂലികൾ വാദിക്കുന്നത് ഇത് കേവലം ഒരു ഭാഷാ പ്രയോഗം മാത്രമാണെന്നും ഒബാമയെ വിമർശിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു യാതൊരുവിധ ഉദ്ദേശവും ട്രംപിന് ഉണ്ടായിരുന്നില്ല എന്നുമാണ്. എന്നാൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ആഗോളതലത്തിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാക്കണമെന്നാണ് മറുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ സംഭവം റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾ തമ്മിലുള്ള വലിയൊരു പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ട്രംപിന്റെ ഈ പ്രസ്താവനയെ ശക്തമായി അപലപിച്ചു. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ പൈതൃകത്തെ തകർക്കാൻ വേണ്ടി ട്രംപ് ഏത് തരം താണ നിലവാരത്തിലേക്കും പോകുമെന്നതിന്റെ തെളിവാണിതെന്ന് അവർ ആരോപിച്ചു. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യാജ ചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിക്കുന്നത് ഒരു പ്രസിഡന്റിന് യോജിച്ചതല്ലെന്ന വിമർശനവും ഉയർന്നു. ഇസ്ലാമിക കൂട്ടായ്മകളായ OIC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഈ വിഷയത്തിൽ തങ്ങളുടെ ഉത്കണ്ഠ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് നയതന്ത്ര കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചനകൾ. വിശുദ്ധമായ ചിഹ്നങ്ങളെയും നഗരങ്ങളെയും രാഷ്ട്രീയ ലാഭങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാംസ്കാരിക ഭിന്നതകൾ ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ.
പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി അവകാശപ്പെടുന്ന ട്രംപ് തന്നെ ഇത്തരമൊരു പരാമർശം നടത്തിയത് കടുത്ത വൈരുദ്ധ്യമാണ്. ഇറാൻ ഈ അവസരം അമേരിക്കയ്ക്കെതിരെയുള്ള തങ്ങളുടെ തന്ത്രപരമായ ആയുധമായാണ് ഉപയോഗിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ മറ്റ് മുസ്ലിം രാജ്യങ്ങളെ അമേരിക്കൻ നയങ്ങൾക്കെതിരെ ഒന്നിപ്പിച്ചു നിർത്താൻ ഇറാന് ഇതിലൂടെ സാധിക്കും. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ ട്രംപിന്റെ പോസ്റ്റിനെതിരെ വലിയ രീതിയിലുള്ള രോഷം പുകയുന്നുണ്ട്. ഇത് പരോക്ഷമായി അമേരിക്കയുടെ സഖ്യകക്ഷികളായ അറബ് ഭരണകൂടങ്ങളെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻകാല പ്രസ്താവനകളും കുടിയേറ്റ വിരുദ്ധ നയങ്ങളും ഇതിനകം തന്നെ മുസ്ലിം ലോകത്ത് വലിയ ചർച്ചയായിട്ടുള്ളതാണ്. തന്റെ ആദ്യ ഭരണകാലത്ത് ചില മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ഈ മക്ക പരാമർശത്തെയും ലോകം വിലയിരുത്തുന്നത്. ഇത് ട്രംപിന്റെ ഉള്ളിലുള്ള വിദ്വേഷത്തിന്റെ പ്രതിഫലനമാണെന്ന് വിമർശകർ അടിവരയിടുന്നു. ആഗോള രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ട്രംപിന്റെ ഇത്തരം അവിവേകപൂർണമായ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക നയതന്ത്ര ശ്രമങ്ങളെ പൂർണ്ണമായി മട്ടിമറിക്കുന്നവയാണ്. US വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ അതീവ പ്രയാസപ്പെട്ടുണ്ടാക്കിയെടുത്ത നയതന്ത്ര ചട്ടക്കൂടുകൾ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർക്കാൻ ട്രംപിന്റെ ഇത്തരം പോസ്റ്റുകൾക്ക് സാധിക്കുന്നു. ഇത് വിദേശ രാജ്യങ്ങളുമായുള്ള ഔദ്യോഗിക ചർച്ചകളിൽ അമേരിക്കയുടെ വിശ്വാസ്യത ഇല്ലാതാക്കും. AI സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഈ സംഭവത്തോടെ പുതിയൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ഭാവനയിൽ മെനഞ്ഞെടുത്ത ചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ ഭീഷണിയാണ്. വരും ദിവസങ്ങളിൽ ഈ വിവാദം US ഇറാൻ സമാധാന ചർച്ചകളെ ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് നയതന്ത്ര ലോകം ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നും ഇറാൻ കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങാൻ ഈ സംഭവം കാരണമായേക്കാം. അമേരിക്കയിലെ മുസ്ലിം സമാധാന സംഘടനകളും ട്രംപിന്റെ പോസ്റ്റിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യത്തിനുള്ളിൽ ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് മുസ്ലിം പൗരന്മാരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുന്നതാണ് പ്രസിഡന്റിന്റെ ഈ വാക്കുകളെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്ത് ഇസ്ലാമോഫോബിയ വർദ്ധിപ്പിക്കാൻ ഇത്തരം ഉയർന്ന തലങ്ങളിൽ നിന്നുള്ള പ്രസ്താവനകൾ കാരണമാകുമെന്ന ഭയം അവർ പ്രകടിപ്പിച്ചു. ട്വിറ്റർ, ട്രൂത്ത് സോഷ്യൽ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗുകൾ ആഗോളതലത്തിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ട് കടുത്ത വലതുപക്ഷ ഗ്രൂപ്പുകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഒബാമ പ്രസിഡൻഷ്യൽ സെന്ററിന്റെ ഭാരവാഹികളും ഈ വിഷയത്തിൽ തങ്ങളുടെ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി. ചിക്കാഗോയിൽ നിർമ്മിക്കുന്ന ഈ കേന്ദ്രം അമേരിക്കയുടെ ചരിത്രത്തെയും പുരോഗതിയും അടയാളപ്പെടുത്തുന്ന ഒന്നാണെന്നും അതിനെ മാലിന്യ കൂമ്പാരങ്ങളോടും വിദ്വേഷത്തോടും ഉപമിക്കുന്നത് തികച്ചും നിർഭാഗ്യകരമാണെന്നും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിലും ഈ പുതിയ രാഷ്ട്രീയ സ്ഥിരത ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു മതപരവും രാഷ്ട്രീയവുമായി സംഘർഷം ഉടലെടുക്കുന്നത് സുരക്ഷിതമായ വ്യാപാരത്തിന് തടസ്സമാകുമെന്ന് കമ്പനികൾ ഭയപ്പെടുന്നു. നയതന്ത്ര രംഗത്ത് ഇറാൻ കാണിച്ച ഈ പെട്ടെന്നുള്ള പ്രതികരണം അവരുടെ തന്ത്രപരമായ മേധാവിത്വത്തിന്റെ തെളിവാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ വീഴ്ചകളെ കൃത്യമായി അന്താരാഷ്ട്ര വേദികളിൽ തുറന്നു കാട്ടാൻ ഇറാൻ ഇതിലൂടെ സാധിച്ചു. മുസ്ലിം ലോകത്തിന്റെ സംരക്ഷകർ തങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ടെഹ്റാൻ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും പുതിയ വിശദീകരണങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ലോകം നോക്കുന്നത്. തന്റെ പ്രസ്താവനകളെ ഒരിക്കലും തിരുത്താറില്ലാത്ത ട്രംപിന്റെ പതിവ് ശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനും എതിരാളികളെ കൂടുതൽ ശക്തമായി വിമർശിക്കാനുമാണ് സാധ്യത. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സമിതികൾ ലോക നേതാക്കളോട് തങ്ങളുടെ പൊതു പ്രസ്താവനകളിൽ മതപരമായ വികാരങ്ങളെ മാനിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ ഇത്തരം അന്താരാഷ്ട്ര പ്രോട്ടോകോളുകളെയെല്ലാം കാറ്റിൽ പറത്തുന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പുതിയ സോഷ്യൽ മീഡിയ ഇടപെടൽ. ബരാക് ഒബാമയെ തകർക്കാൻ വേണ്ടി ട്രംപ് നടത്തിയ ഈ മക്ക പരാമർശം ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ വലിയൊരു നയതന്ത്ര ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഇറാൻ ഉയർത്തിയ കടുത്ത മുന്നറിയിപ്പും മുസ്ലിം ലോകത്ത് പുകയുന്ന ജനരോഷവും ട്രംപിന്റെ വരാനിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് നയങ്ങളെ ദോഷകരമായി ബാധിക്കും. വരും ദിവസങ്ങളിൽ വാഷിംഗ്ടൺ ഈ പുതിയ നയതന്ത്ര പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ആഗോള രാഷ്ട്രീയത്തിലെ പല നിർണായക നീക്കങ്ങളുടെയും ഭാവി നിർണ്ണയിക്കപ്പെടുക.